ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒക്ടോബർ 30 ഒരു ദീപാവലി ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ കല്ലുമോളയും കൊണ്ട് ഫസ്റ്റായിട്ട് ബൈ റോഡ് നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ എന്താ പറയുക ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുത്ത് ഷൂട്ട് ചെയ്തിട്ട് അതൊരു വ്ളോഗായിട്ട് ഇടാമെന്ന്. അപ്പോൾ കൃത്യം 5:40 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അവൾ അങ്ങനെ തന്നെ ഉറക്കത്തെ വണ്ടിയിൽ കയറ്റി. പിന്നെ കയറി കഴിഞ്ഞതിന് ശേഷം അവൾ അറിഞ്ഞു. അപ്പോൾ പിന്നെ കുറച്ചൊക്കെ അവിടെ ഇവിടെ നോക്കിക്കഴിഞ്ഞതിന് ശേഷം അവൾ വീണ്ടും ഉറങ്ങി. അത് നല്ല തിരക്കുണ്ടായിരുന്നു. ദീപാവലി ദിവസം അവരുടെ നാട്ടിലേക്ക് ആൾക്കാർ പോകുന്നതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ടോൾ നാക്കയിലൊക്കെ. അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് ടോള്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരു ഏകദേശം 8:15 ആകുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊരു സ്ഥലത്ത് നിർത്തി. അതൊരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആയിരുന്നു. ബനാന ലീഫ് എന്നായിരുന്നു പേര്. നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങൾക്ക് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫ്രഷൊക്കെ ആയി വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ടോക്കൺ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ ഓരോരാൾ ഓരോന്ന് ഓർഡർ ചെയ്തു. അച്ഛനില്ലതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ അവളെ ഹാൻഡിൽ ചെയ്തോളും. എനിക്കൊരു പേടിയുണ്ടായിരുന്നില്ല. അവളാണെങ്കിൽ നല്ല എൻജോയ് ചെയ്യുമായിരുന്നു. അങ്ങനെ വലിയ ബഹളമൊന്നും വെച്ചില്ല. പിന്നെ ഞാനും അമ്മയും ഇങ്ങനെ ചുമ്മാ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. അവൾക്ക് കഴിക്കാനായിട്ട് ഞങ്ങളൊരു പഴം പുഴുങ്ങിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവളങ്ങനെ കൂടുതൽ കഴിച്ചൊന്നുമില്ല. കാരണം സമയം ഏകദേശം ഒരു 8:30 ആയിട്ടേ ഉണ്ടായിരുന്നില്ല. ഇത്ര രാവിലെ ഒന്നും അവൾ കഴിക്കലില്ല. അപ്പോൾ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അവൾക്ക് കഴിക്കാൻ. അപ്പം ഞങ്ങൾ വേഗം കഴിച്ചിട്ട് നിതിനേട്ടൻ അവളെ എടുത്തു. പിന്നെ അവളിങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങനെ കളിക്കുമായിരുന്നു, ബുറാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അവളിങ്ങനെ എന്താ പറയുക അവിടെ കിടന്ന് എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ അവളെ ഫ്രഷൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു. പിന്നെ വണ്ടി കയറി കഴിഞ്ഞതിന് ശേഷം നല്ല ഉറക്കമായിരുന്നു. ആ കൂട്ടത്തിൽ ഞാനും ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്റ്റോപ്പിൽ ഞങ്ങൾ പെട്രോൾ അടിക്കാൻ നിന്ന സമയത്ത് പിന്നെ ഡ്രൈവേഴ്സൊക്കെ ചേഞ്ച് ചെയ്തു. എൻ്റെ അനിയൻ ഓടിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അവൾ എണീച്ചു. അപ്പോൾ എണീച്ചതിന് ശേഷം അവളെ ഞാൻ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു. അവൾ ഫ്രണ്ട് സീറ്റിലിരുന്ന് ചുമ്മാ വൈബ് ചെയ്യുമായിരുന്നു. നല്ല പാട്ടിനിങ്ങനെ എല്ലാവരും കൂടിയിട്ട് അവളെ ചിരിപ്പിക്കുമായിരുന്നു, കളിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പം ഞങ്ങൾ ഇപ്പോൾ നിതിനേട്ടൻ ആ സമയത്ത് നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഞങ്ങൾക്കൊരു 20 hours ജേർണി ആയിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു എങ്ങാനും ഞങ്ങൾക്ക് അവൾക്കൊരു എന്താ പറയുക ഒട്ടും പറ്റുന്നില്ല, അൺകംഫർട്ടബിളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവിടുന്ന് അടുത്തിട്ടുള്ളൊരു നല്ലൊരു സിറ്റി നോക്കിയിട്ട് അവിടെ സ്റ്റേ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അമ്മ ആ സമയത്ത് എന്നോട് പറയുമായിരുന്നു എൻ്റെ വീഡിയോ എടുക്കല്ലേ പ്ലീസ് സ്നേഹ വീഡിയോ എടുക്കല്ലേ. ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ചുമ്മാ മെമ്മറിക്ക് വേണ്ടിയല്ലേ അമ്മ പ്ലീസ് സമ്മതിക്കുമെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ വീഡിയോ എടുക്കുമായിരുന്നു. അപ്പോൾ കല്ലുമോളിതാ നല്ല എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു. അപ്പോൾ ആ സമയത്ത് കല്ലുവിനും കുറുക്ക് കൊടുത്തു. അപ്പോൾ കുറുക്ക് ഞാൻ ഒരു എന്താ പറയുക വീട്ടിൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു സെർലാക്ക് പോലത്തത് അതായിരുന്നു അവൾക്ക് കൊടുത്തത്. അവൾക്കത് ഇഷ്ടവും കൂടിയാണ്. അപ്പം ഞങ്ങളത് കൊടുത്തു. ആൾ നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 3 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അവളുടെ ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവളിങ്ങനെ ഉറക്കം കഴിഞ്ഞിട്ടാകുമ്പോൾ അവൾ കളിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് സീറ്റിൽ അവളെ എന്താ പറയുക ആരായിരിക്കും അവളുടെ കയ്യിൽ കൊടുക്കും. അപ്പോൾ കുറച്ച് അവൾ റിലാക്സ് ചെയ്തിട്ട് എന്താ പറയുക ഫ്രണ്ട് വ്യൂ ഒക്കെ നോക്കി എല്ലാം എൻജോയ് ചെയ്തുകൊണ്ട് ഇരിക്കും. ഹലോ എന്തേ
അപ്പോൾ നല്ലൊരു സൺസെറ്റൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഞങ്ങൾ എത്തിയത് ശൃംഗേരി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്. അപ്പോൾ ആക്ച്വലി ഞങ്ങൾക്ക് ഹൈവേ ത്രൂ ആണ് പോകേണ്ടത്. പക്ഷേ അറിയില്ല, ഗൂഗിൾ മാപ്പ് ഞങ്ങളെ കാണിച്ചത് ഈ ഒരു റൂട്ടായിരുന്നു. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൽ ഏതോ ഒരു ടേണൊക്കെ അടിച്ചിട്ടാകുമ്പോൾ കൊണ്ടെത്തിയത് ഈ ഒരു റൂട്ടിലായിരുന്നു. ഇത് വന്ന് പോയി എത്തിയത് ഏതോ ഒരു ഫോറസ്റ്റും അങ്ങനത്തെ കാട് പിടിച്ചൊരു സ്ഥലമായിരുന്നു. റൂട്ടൊക്കെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ രാത്രിയൊക്കെ ആകുന്ന സമയത്ത് സ്ട്രീറ്റ് ലൈറ്റും ഇല്ല, ഇങ്ങനെ എന്താ പറയുക, ഇരുട്ട് പിടിച്ച റോഡായിരുന്നു. ആകെ ഞങ്ങൾ കൊറോണ സമയത്ത് ബൈ റോഡ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പോയത് ഞങ്ങൾ ഹൈവേ ത്രൂ ആയിരുന്നു. ഇതിപ്പോൾ നമുക്ക് റൂട്ട് സ്ട്രെയിറ്റ് തന്നെ ആയിരുന്നു പോകേണ്ടത്, പക്ഷേ ഗൂഗിൾ മാപ്പ് കാണിച്ചപ്പോൾ ഞങ്ങൾ ആ ഒരു ടേൺ എടുത്തു. നമുക്കും ശരിക്കുള്ള റൂട്ട് അറിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പോകുന്ന സമയത്ത് നല്ല വ്യൂ ഒക്കെ ആയിരുന്നു. ഈ ഒരു സമയത്തൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ഇത് എവിടെയെങ്കിലും കൊണ്ട് ആ ഹൈവേ വരെ എത്തുമായിരിക്കും. പക്ഷേ ഇത് പോയിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മൾ എത്തിയത് ഒരു ഫോറസ്റ്റ് സ്ഥലത്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു 9:30 ആകുമ്പോഴത്തേക്ക് ഡിന്നറിന് ഒരു സ്ഥലത്ത് ഇറങ്ങി. റെസ്റ്റോറൻറ്റ് പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. അവസാനം നമ്മളൊരു റെസ്റ്റോറൻറ്റ് കണ്ടു, അവിടെ നിർത്തി. അപ്പോൾ കല്ലൂനാണെങ്കിൽ ഒരു ടൈം മാത്രമേ ഞങ്ങൾ സോളിഡ് കൊടുക്കുന്നില്ല, 6 മാസമല്ലേ ആയുള്ളൂ. അവൾക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൃത്യം 2:30 മണിക്ക് വീട്ടിലെത്തി. അവൾ കുറച്ച് കളിച്ചൊക്കെ ചെയ്ത് അങ്ങനെ ഫ്രഷൊക്കെ ആയി അവൾ പിന്നെ കിടന്നുറങ്ങി. ഇങ്ങനെയായിരുന്നു ഞങ്ങൾ ആ ഒരു ജേർണി. ഫസ്റ്റ് ടൈം കല്ലൂനെയും കൊണ്ട് ഞങ്ങൾ ആ ഒരു ബൈ റോഡ് അവളെയും കൊണ്ട് പോയത്. അവൾ ശരിക്കും എൻജോയ് ചെയ്തു. രാത്രി ഒരു 10 മണിയൊക്കെ ആവുന്ന സമയത്ത് ഭയങ്കര ബഹളമായിരുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു. അതിപ്പോൾ ഞാനൊന്നും ഷൂട്ടൊന്നും ചെയ്തില്ല, ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾ ശാന്തമായി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.